നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായ സ്ഥലമാണ് ധർമ്മസ്ഥലം. അവിടെയുള്ള മഞ്ജുനാഥ ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ച് അതുമായി ബന്ധപ്പെട്ട 4000-ഓളം ഏക്കറിൽ പരന്നു കിടക്കുന്ന വിസ്തൃതമായ ഭൂമിയിൽ പലതരത്തിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹം മൂടിയിട്ടുണ്ട് എന്നുള്ള നിഗമനമാണ് SIT, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആദ്യഘട്ടത്തിൽ എത്തിച്ചേരാൻ ശ്രമിച്ചത്. എന്നാൽ 13-ാം നമ്പർ പോയിന്റ്, അതായത് ഏറെ നിർണായകമായിട്ടുള്ള ധർമ്മസ്ഥലയിൽ ഒരു പെൺകുട്ടി അടക്കം 8 പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിടപ്പെട്ടു എന്ന് ആരോപണം ഉണ്ടായിട്ടുള്ള 13-ാം നമ്പർ പോയിന്റിലെ കുഴിക്കൽ പുരോഗമിക്കുമ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉൾപ്പെടെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവിടെ കർണാടകയിൽ അങ്ങോളം ഇങ്ങോളം, കലബുർഗിയിലും അതുപോലെ തന്നെ ബാലഗാവിയിലും അതുപോലെ തന്നെ ധാർവാഡിലും ഒക്കെ വലിയ തോതിലുള്ള പ്രതിഷേധം വ്യാപകമാകുന്നുണ്ട്. ചാമരാജനഗറിലും അതുപോലെ മൈസൂർ മേഖലയിലുമൊക്കെ പ്രതിഷേധം ഇരമ്പുകയാണ്. പരിപാവനമായ ക്ഷേത്രത്തിനെ അപകീർത്തിപ്പെടുത്താനും ട്രസ്റ്റ് അംഗങ്ങളെ മോശമായി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് എന്നുള്ളതാണ് നിരവധിയായ ഹിന്ദു സംഘടനകൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പ്രത്യേകമായൊരു അജണ്ടയുണ്ട്. അവർ ഹിന്ദു വിരുദ്ധരാണ്. അവരുടെ നിലവിലുള്ള സാമ്പത്തിക സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനെ വിളിച്ചോതുന്നതാണ് എന്നാണ് പ്രതിപക്ഷം BJP ആരോപിക്കുന്നത്. അപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഹെഡ്ഗെ കുടുംബം, അവർക്ക് BJPയോട് വലിയ ആധിപത്യമുണ്ട്. എന്നാൽ പൊതുവെ നിഷ്പക്ഷരായി അവർ നടിക്കുകയാണ്. പ്രത്യേകിച്ചും വീരേന്ദ്ര ഹെഡ്ഗെ രാജ്യസഭാ അംഗമാണ്. അദ്ദേഹം ഒരു നോമിനേറ്റഡ് അംഗമാണ്. അദ്ദേഹം BJPക്കാരനല്ല. അദ്ദേഹത്തിന് സ്വതന്ത്ര സ്ഥാനമാണുള്ളത്. പക്ഷേ BJPയോട് നല്ല രീതിയിലുള്ള ആഭിമുഖ്യമുണ്ട്. മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേത്രാവതി പുഴയും സ്നാനകേന്ദ്രവും ഒക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ള പരിസരങ്ങളൊക്കെ ഈ അന്വേഷണത്തിന് വിധേയമായതാണ്. അതായത് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇവിടെ അസ്ഥിപഞ്ജരങ്ങളുണ്ടോ, അതല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ, ഇതെല്ലാം തിരയുകയാണ്. എന്നാൽ സർക്കാരിൻ്റെ നടപടികളെ ഏകപക്ഷീയമായി മരവിപ്പിക്കാൻ കേന്ദ്രത്തിൽ നിന്നും കൃത്യമായി പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സംസ്ഥാന BJP ഘടകത്തിൻ്റെ ആവശ്യപ്രകാരമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ആഭ്യന്തരമന്ത്രിയായ G പരമേശ്വരിയും വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് ചില അജണ്ടകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്തരുത് എന്നുള്ള ആലോചന പോലെയാണ് തങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയും. അത് ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്താനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീം കുറച്ച് നാൾ കൂടി ദീർഘമായ അന്വേഷണം തുടരട്ടെ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തട്ടെ എന്ന തരത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ നീങ്ങുന്നതെന്നുമാണ് DK ശിവകുമാർ പറയുന്നത്. നമുക്കറിയാം, BJPക്ക് ഭയം ഉളവാക്കുന്നൊരു സംഭവമാണ്. കാരണം DK ഒരു വിഷയം ഏറ്റെടുത്താൽ അത് BJPക്ക് നേരെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് BJP ഭയക്കുന്നു. അതെല്ലാം കൊണ്ട് തന്നെയാണ് BJP ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള ആരോപണം ശക്തമാണ്.